എത്ര മനോഹരമായിട്ട് ഒരു സിനിമ, അതിൻ്റെ കഥ നല്ലതാണ്, അതിൽ അഭിനയിച്ച ആൾ പുതുമുഖം അതിമനോഹരമായിട്ട് അഭിനയിച്ചു എന്നിരിക്കട്ടെ, എന്തു തന്നെയാണെങ്കിലും ആദ്യത്തെ ഒരു അറ്റൻഷൻ കിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് തിയേറ്ററുകാർ പറയും. 100% പുതുമുഖത്തെ വെച്ചിട്ട് എത്ര മനോഹരമായൊരു പടം എടുത്തിരുന്നാലും അത് ഓടിക്കൊള്ളണമെന്നേ ഇല്ല. കുറേ ബലാത്സംഗമുണ്ട്. അപ്പോൾ ഇത് എരിവും പുളിയും ചേർത്ത് കഴിയുമ്പോൾ സാധാരണക്കാരൻ കയറും. പുതിയ സിനിമകളിൽ എനിക്കും എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, ഒരാവശ്യമില്ല. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഒരു ക്ലബിൻ്റെ വാർഷികം കൂടുന്നു, അപ്പുറത്ത് മദ്യമാണ്. പിന്നെ സർക്കാരും ധാരാളം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും മദ്യഷാപ്പുകളുണ്ട്. വേണമെങ്കിൽ രാത്രി 12 മണി വരെ തുറന്നു കൊടുക്കുന്നു. കീറിയ നിക്കറും ഇട്ടുകൊണ്ട് നടക്കുന്നവൻ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ഒടിഞ്ഞാൽ അത് വെട്ടി അതിൻ്റെ ഏറ്റവും അവസാനം വരെ ഉപയോഗിക്കുന്ന ഒരു തലമുറയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല. ഏത് സിനിമാക്കാരനും എത്ര സൂപ്പർ സ്റ്റാർ ആയിരുന്നാലും ഇൻഡിവിജ്വലായിട്ട് കേരളത്തിൽ നിന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ കെട്ടിവെച്ച കാശ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അയാൾ ഇല്ലാത്ത ഗോസിപ്പുകൾ പറഞ്ഞിട്ട് പടം പകുതി കണ്ടപ്പോഴത്തേക്കും ആ കഥ പോലും അതാവണമെന്നില്ല, അവൻ കാണണമെന്ന് തന്നെ ഇല്ല. പടത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വളരെ വളരെ വ്യക്തിത്വമില്ലാത്തതും ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൽ ആ ഒരു സ്റ്റാറാണോ വേണ്ടത്, അതോ അതിൽ നല്ല ഡയറക്ടറാണോ വേണ്ടത്, അതോ നല്ല നായികയാണോ വേണ്ടത്, അതോ നല്ല പാട്ടുകളാണോ വേണ്ടത്, അതോ അതിൻ്റെ സ്റ്റോറിയാണോ, നല്ല സ്ക്രിപ്റ്റാണോ വേണ്ടത്? എന്താണ് അഭിപ്രായം? ശരിക്കും 100% നിർവചിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണിത്. ആണ് എന്താണെന്ന് വെച്ചാൽ, നല്ല പടങ്ങൾ, അതിമനോഹരമായ പടങ്ങൾ ഓടണമെന്നില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി നല്ല ആർട്ടിസ്റ്റുകളാണ് ചെയ്തു എന്നിരിക്കട്ടെ, അതും ഓടണമെന്നില്ല. എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ഓടുന്നു എന്ന് പറയുന്ന അല്ലാതെ, ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്ന പടം അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു പടം, അത് അവർ ഏറ്റവും സൂപ്പർ സ്റ്റാറുകളാണല്ലോ, അവരഭിനയിച്ചു എന്ന് വെച്ചിട്ട് പടം ഓടണമെന്നില്ല. അതിൻ്റെ അവരായതുകൊണ്ട് ഒരു പൊതുവിലൊരു ജനത്തിൻ്റെ അറ്റൻഷൻ കിട്ടും, ഇനിഷ്യൽ ഓഡിയൻസ് ഉണ്ടാവും. അതിൻ്റെ കഥ നന്നാവുകയും അതിൻ്റെ മറ്റ് വശങ്ങളെല്ലാം നന്നാവുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് രക്ഷപ്പെടും. അതേസമയം ഒരു മനോഹരമായൊരു സിനിമ ഒരു പുതുമുഖത്തെ വെച്ച് ചെയ്യുമ്പോൾ ഈ ഇനിഷ്യൽ അറ്റൻഷൻ ഉണ്ടാവില്ല. അത് എത്ര നല്ലതാണെങ്കിലും, എത്ര മനോഹരമായിട്ട് ഒരു സിനിമ, അതിൻ്റെ കഥ നല്ലതാണ്, അതിൽ അഭിനയിച്ച ആൾ പുതുമുഖം അതിമനോഹരമായിട്ട് അഭിനയിച്ചു എന്നിരിക്കട്ടെ, എന്തു തന്നെയാണെങ്കിലും ആദ്യത്തെ ഒരു അറ്റൻഷൻ കിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് മാറ്റാനായിട്ട് തിയേറ്ററുകാർ പറയും. അല്ലെങ്കിൽ ഇത് ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ തിയേറ്ററുകൾ വാടകയ്ക്കെടുത്ത്, അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്, വാടകയ്ക്കെടുത്ത് അവർ ഒരാഴ്ച ഓടിക്കണം, നല്ല പരസ്യം കൊടുക്കണം. ചിലപ്പോൾ ആളുകളെയും അവർ തന്നെ കയറ്റേണ്ടി വരും, ടിക്കറ്റ് കൊടുത്ത്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്തൊരു പടം ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ മിക്കവാറും പ്രൊഡ്യൂസർ അവശനാവും, അയാളുടെ സാമ്പത്തികമൊക്കെ തീരും. പിന്നെ ആൾക്കാരെ കയറ്റാനോ അല്ലെങ്കിൽ സ്വന്തം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുക എന്ന് പ്രായോഗികമല്ല. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു പടത്തിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പടം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കയറും. ഇല്ലെങ്കിൽ 100% പുതുമുഖത്തെ വെച്ചിട്ട് എത്ര മനോഹരമായൊരു പടം എടുത്തിരുന്നാലും അത് ഓടിക്കൊള്ളണമെന്നേ ഇല്ല. നമ്മളിപ്പോൾ പലതും ഈ ചാനലിൽ വരുമ്പോൾ ഇത്രയും നല്ല സിനിമയാണോ ഇത് ഓടാതെ പോയത് എന്ന് എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്. ഓക്കെ, ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ നിയമം മാറ്റാനൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും നിയമം പുഷ്പരാജ് നടപ്പിലാക്കുക അല്ലെങ്കിൽ മാറ്റുക? സത്യത്തിൽ ഒരു നിയമവും കൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് പോലും നിയമം കൊണ്ട് മാറ്റാൻ പറ്റില്ല. നിയമമായിട്ട് ഇപ്പോൾ കൊലപാതകം ചെയ്യരുത് നിയമമുണ്ട്. എത്ര കൊലപാതകം നടക്കുന്നത്? അപ്പം നിയമത്തിൻ്റെ കുഴപ്പമല്ല അല്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തന്നെയായിരുന്നാലും നിയമം ഒന്നിനെ നന്നാക്കിയെടുക്കാനുള്ള ഒരു മാർഗമേ അല്ലെന്നല്ല, അത് ആവശ്യമാണ്. ഒരു പരിധിവരെയൊക്കെ അതിനെ പിടിച്ചു നിർത്താവുന്നേ ഉള്ളൂ. പക്ഷെ മറിച്ച് ഒരു നല്ല സിനിമ ഉണ്ടാവാൻ നിയമങ്ങൾക്ക് കഴിയില്ല. അത് ആയി വരിക തന്നെ വേണം. അത് സാഹചര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ ഒരു നല്ല സിനിമ, നല്ല ആർട്ടിസ്റ്റ്, അതായത് പോപ്പുലറായ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ച് രംഗത്തേക്ക് വരും. മറിച്ച് ഈ പറയുന്ന പ്രശ്നമുണ്ട്, ഒരു ശ്രദ്ധിക്കാത്തൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പടം ശ്രദ്ധിക്കാതെ പോകും. ഓക്കെ,
ഇനി അടുത്തൊരു കാര്യം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പഴയ സിനിമകളൊക്കെ എടുത്തിട്ട് ഈ ഡയലോഗ് ശരിയായിരുന്നില്ല, ഈ സീൻ അത് സ്ത്രീ വിരുദ്ധതയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശരിക്കും സിനിമ ചെയ്യുന്ന സമയത്ത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കേണ്ടതുണ്ടോ? ഇതെല്ലാം നോക്കി എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടൊരു സിനിമ പിടിക്കാനായിട്ട് പറ്റുമോ? ഇത് സിനിമയുടെ ആരംഭഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു കഥയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്, പിന്നെ തിരക്കഥയാവുന്നു, അതിൽ സംഭാഷണം വരുന്നു. അപ്പോൾ ഈ കഥ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ എഴുത്തുകാരൻ, പ്രൊഡ്യൂസർ, ഈ 3 പേരും ആണ് ഇതിനകത്ത് ആദ്യ ഘട്ടത്തിൽ വരുന്നത്. പിന്നെയാണ് ടെക്നീഷ്യന്മാർ വരുന്നത്, ആർട്ടിസ്റ്റ് വരുന്നതൊക്കെ. അന്നേരം ആർട്ടിസ്റ്റ് ഒന്നും ആരെന്ന് പോലും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ചിലപ്പോൾ ഉണ്ടാവാം, എന്നാലും താരതമ്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ 3 പേര്, ഒരു ഡയറക്ടർ ഉണ്ടാവുന്നു, ഒരു എഴുത്തുകാരൻ ഉണ്ടാവുന്നു, ചിലപ്പോൾ ഡയറക്ടർ തന്നെ ആയിരിക്കും എഴുത്തുകാരൻ, പിന്നെ പ്രൊഡ്യൂസറാണ്, കാശ് മുടക്കുന്നവനാണ്. അപ്പോൾ ഇവരുടെ താല്പര്യമാണ് ശരിക്കും സിനിമയെ നിയന്ത്രിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് സമൂഹത്തിന് മോശമാണ്, ഇത് വളരെ പ്രതിലോമകരമായ ഒരു കഥയാണ്, ഇത് നമുക്ക് വേണ്ട, നമ്മളായിട്ട് സമൂഹത്തിനെ ഇങ്ങനെ നശിപ്പിക്കേണ്ട എന്ന് തോന്നി അവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ ഫൈറ്റുണ്ട്, കുറേ ബലാത്സംഗമുണ്ട്. അപ്പോൾ ഇത് എരിവും പുളിയും ചേർത്ത് കഴിയുമ്പോൾ സാധാരണക്കാരൻ കയറും. അത് അങ്ങനെയുള്ള പരസ്യങ്ങൾ നമുക്ക് കൊടുക്കാം, അങ്ങനെ ജനത്തിനെ തിയേറ്ററിലേക്ക് കയറ്റുക, അതുവഴി സാമ്പത്തിക ലാഭം കൊയ്യുക എന്ന താല്പര്യമാണ് ഈ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും വരുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അത്തരം കഥകൾക്ക് പിന്നാലെ പോവും. അതിനെ ഏറ്റവും കമേഴ്ഷ്യലായ രീതിയിൽ തന്നെ അവരെടുക്കുകയും ചെയ്യും. പിന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ ചില പടങ്ങളിൽ ഈ പറയുന്ന മികച്ച ആർട്ടിസ്റ്റുകൾ തന്നെയായിരിക്കും. അവർക്കും ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ, അടുത്ത പടം ഓടിക്കൊള്ളണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. കാരണം അവരുടെ അടുത്ത പടം പരാജയപ്പെട്ട എത്രയോ കേസുകളുണ്ട്. ഒരു ഹിറ്റ് തന്നിട്ട് തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു പോയ പടങ്ങൾ ചെയ്ത സൂപ്പർ സ്റ്റാറുകൾ വരെയുണ്ട്. അപ്പോൾ ആർക്കും ഒരു കോൺഫിഡൻസ് ഇക്കാര്യത്തിലില്ല, ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത പടം, ഇപ്പോൾ പടം ഹിറ്റാണ്, അടുത്ത പടം ഹിറ്റാവും എന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ അവരെന്താണ്, അവർ ഈ കമേഴ്ഷ്യൽ ഫോർമുലകൾ ചിലപ്പോൾ ആലോചിക്കും. അപ്പോൾ ഒരു മാടമ്പി കഥയാക്കാം, സ്ത്രീയൊക്കെ അടിമയാക്കുന്ന കുറേ ഡയലോഗ് പറഞ്ഞിട്ട് അതിൻ്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കുന്ന നായകനായിട്ട് അങ്ങ് മാറ്റാം. അതിപ്പോൾ ചിലപ്പോൾ ജനം അടിക്കും. ശരിക്കും കുറേ ഈ സാധാരണ ലേമന് ചിലപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവും. അവന് പറ്റാത്തത് ഈ നായകൻ പറയുമ്പോഴത്തേക്കും അവൻ കൈയടിക്കും. അവൻ തിയേറ്ററിൽ ഒരു പടം തന്നെ പല പ്രാവശ്യം പോയി കണ്ടെന്ന് വരും, പടം ഹിറ്റാവും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് ആദ്യത്തെ തീരുമാനം ഈ പടം എടുക്കുമ്പോഴാണ് അത് വേണ്ടത്. അത് എന്താണ് വേണ്ട നല്ല ഇപ്പോൾ ചിലർ ഇനി എത്ര കോടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല, ഞാനായിട്ടൊരു സമൂഹത്തിനൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കുട്ടികൾ ഈ LSD അടിച്ച് നടക്കണ്ട, അതിപ്പോൾ മയക്കുമരുന്നിൻ്റെ അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കഥ എടുക്കണ്ടെന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു മാടമ്പിയായിട്ടുള്ള ഒരു നായകൻ എൻ്റെ കഥാപാത്രം എൻ്റെ സിനിമയിൽ വേണ്ട എന്ന് തീരുമാനിക്കാം. അത് ആ തീരുമാനം അതിൻ്റെ ബിഗിനിങ്ങിലാണ് വേണ്ടത്. അതിനനുസരിച്ചായിരിക്കും പിന്നെ പടം വരുന്നത്. ഓക്കെ. നേമം പുഷ്പരാജ് എങ്ങനെയാണ്, പ്രേക്ഷകന് വേണ്ടി സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ ഡയറക്ടറുടെ ഇഷ്ടം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ക്രൂസിൻ്റെ ഇഷ്ടം, പ്രൊഡ്യൂസറുടെ ഇഷ്ടം നോക്കിയിട്ട് സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ എന്തായാലും സമൂഹത്തിൻ്റെ ഒരു തിന്മയുടെ വശം വരരുതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്, നല്ല ഉറപ്പുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടേ ഇല്ല. സമൂഹത്തിൽ ചില ഇപ്പോൾ എൻ്റെ ഏറ്റവും അവസാനം ചെയ്ത 2 എന്ന് പറയുന്നത് വലിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ അവർ അറിയാത്ത ഒരു ഘട്ടത്തിൽ ഒരു സർപ്പദംശനമേൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു നാട്ടു ചികിത്സകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവർ അബോധാവസ്ഥയിലാണ്. ഇയാളുടെ ചികിത്സ കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് അവർ അബോധാവസ്ഥയിലേക്കാവുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഇയാളുടെ ചികിത്സയിൽ അവർ ചെറുതായിട്ട് രക്ഷപ്പെടുന്നു. തീർച്ചയായിട്ടും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന അവർ രക്ഷപ്പെടുന്നു. സർപ്പത്തിൻ്റെ വിഷത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഒരു അർത്ഥ മയക്കത്തിനിടയിൽ ഇയാൾ ഇത് ചെയ്യുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള അയാൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന ആൾ, അയാളൊരു കുറച്ചൊരു മറ്റ് ആത്മീയമോ അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു വശം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്തരം ഒരു തലത്തിൽ ഇവരെ ചൂഷണം ചെയ്യുകയാണ്. പക്ഷേ ഇവർ അതറിയുമ്പോൾ ഉണരുമ്പോഴത്തേക്കും അവരെ ബോധ്യപ്പെട്ടു. പിന്നെ ഇവർക്ക് അവരുടെ ജീവിതം അങ്ങോട്ട്
അസഹ്യമാവുന്നു, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർ അസ്വസ്ഥമാവുന്നു. പിന്നെ അതിനുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് മാറുന്നത്. അതിനുള്ള ശിക്ഷ കൊടുത്ത് നിന്നിടത്താണ് ആ പടം തീരുന്നത്. അപ്പോൾ സത്യത്തിൽ അതൊരു മെസ്സേജാണ് തീർച്ചയായിട്ടും. കാരണം അത്രയും രൂക്ഷമായി അത്രയും ശക്തമായൊരു ക്യാരക്ടറിനെയാണ് അതിലെ നായിക അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, ഞാനത് ചെയ്യുകയില്ല. ഓക്കെ. ഈ അടുത്തൊരു എക്സൈസ് ഓഫീസർ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ മലയാള സിനിമയിൽ അനാവശ്യമായിട്ട് ഈ മദ്യപാനം, ലഹരി ഉപയോഗമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെയൊന്നും ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇതെല്ലാം കൊണ്ട് കുത്തിക്കയറ്റുന്നുണ്ട്, അതൊക്കെ ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഒരു എക്സൈസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സിനിമ കാണുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, അങ്ങനെ ഉണ്ടോ? അല്ല, പുതിയ സിനിമകളിൽ എനിക്കും എത്രയോ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, ഒരാവശ്യമില്ല. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഒരു ക്ലബിൻ്റെ വാർഷികം കൂടുന്നു, അപ്പുറത്ത് മദ്യമാണ്. മാറി നിന്ന് ചിലർ ഈ ചരസോ അല്ലെങ്കിൽ LSDO പോലുള്ള മയക്കുമരുന്ന് കഴിക്കുന്നു. ഇതൊക്കെ എന്നിട്ട് അവൻ്റെ ചില പെർഫോമൻസൊക്കെ കാണുമ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയെ ഇത് ബാധിക്കും, അവനെ സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും വളരെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ ഏറ്റവും സൂപ്പർ സ്റ്റാർ ഒരു മദ്യം കഴിച്ചിട്ട് അതിൽ ഐസിട്ട് ആ ഐസിൻ്റെ നൊരകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുകയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാറിലേ ചെയ്തിരിക്കുന്നത്, പിന്നെ എനിക്കെന്താ ചെയ്താലെന്ന് പറഞ്ഞിട്ട് അവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയി വേണമെങ്കിൽ മദ്യം കഴിക്കാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ നശിപ്പിക്കുന്ന സിനിമകൾ ധാരാളം വരുന്നുണ്ട്. അവർക്ക് പണം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പടം എങ്ങനെയെങ്കിലും ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സമൂഹത്തെ സത്യത്തിൽ നശിപ്പിക്കുന്നുണ്ട്. പുതിയ സിനിമകളിൽ അതിൻ്റെ ഒരു സ്വാധീനം വളരെ 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 കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ പോലെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-50 വർഷത്തിന് മുമ്പുള്ള ഒരു തലമുറ നോക്കിക്കഴിഞ്ഞാൽ 7-8 പേര് ഒരു വീട്ടിലുണ്ട്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ ആ വീട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നു, ദുഃഖങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്നു, എന്തും അങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു മാങ്ങാപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ 8ആയിട്ട് പങ്കുവെച്ച് ആയിരിക്കും പിള്ളേർ കഴിക്കുന്നത്. ചേട്ടൻ മുതൽ അങ്ങ് അറ്റം വരെയുള്ളവർ അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഷെയറിങ് ഇല്ല. ഒരു വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, മിക്കവാറും ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവന് എന്താവശ്യപ്പെടുന്നോ ഈ രക്ഷകർത്താക്കൾ മേടിച്ചു കൊടുക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ രക്ഷകർത്താക്കൾ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും, ഇവൻ ഒറ്റയ്ക്കായിരിക്കും. ആവശ്യപ്പെടുന്നതെല്ലാം അവനെ കരയാൻ സമ്മതിക്കുന്നില്ല, അവന് വിഷമം അറിയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ കൊടുത്ത് ഇതെല്ലാം എനിക്കുള്ളതാണ് എന്നൊരു തോന്നൽ ഇവൻ വളരുകയും അവൻ കുറച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അവനെല്ലാം പിടിച്ചടക്കാൻ നോക്കുകയും അന്യൻ്റെതും അപഹരിക്കാൻ നോക്കുകയും അത് കിട്ടാതെ വരുമ്പോൾ കാമുകിയാണെങ്കിലും സ്നേഹത്തിലൂടെ സമീപിച്ചിട്ട് അവസാനം അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനോ തിരിച്ചുകൊണ്ട് കേട്ടോ കാമുകിനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക്, കാരണം കൊടുക്കൽ വാങ്ങലില്ല, ഒരു സഹിഷ്ണുതയില്ല, ഒരു പരാജയം അവൻ അറിയുന്നില്ല വീട്ടിൽ നിന്ന്. ഇപ്പോൾ കീറിയ നിക്കറും ഇട്ടുകൊണ്ട് നടക്കുന്നവൻ അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ ഒടിഞ്ഞാൽ അത് വെട്ടി അതിൻ്റെ ഏറ്റവും അവസാനം വരെ ഉപയോഗിക്കുന്ന ഒരു തലമുറയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല. ഒരു പെൻസിൽ അവന് എല്ലാം മേടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വാങ്ങുമ്പോഴേ ഒരു സെറ്റ് പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സെറ്റ് പേന വാങ്ങിച്ചു കൊടുക്കുന്നു. അത് തീർന്നില്ലേ എന്നൊന്നും അല്ല, അത് കണ്ട് കളഞ്ഞാലും ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ലാവിഷായിട്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാം അവന് പരാജയമോ അല്ലെങ്കിൽ അവന് കിട്ടാതെ വരുന്നതോ ഒന്നും അവന് സഹിക്കാൻ പറ്റില്ല. അവനെല്ലാം അവൻ്റെ കൈക്കുള്ളിൽ കിട്ടണം, അവൻ പറയുന്ന സമയത്ത് കിട്ടണം. അങ്ങനെ നമ്മൾ വളർത്തി പിള്ളേരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറ്റുന്നില്ല, പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ വലിയ അപകടത്തിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ പിള്ളേരെ ഇപ്പോൾ പുതിയ വരുന്ന തലമുറ, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അവരുടെ സിനിമകളിൽ അങ്ങനെയാണ്. അവർക്ക് മദ്യപാനം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്യൂ ഒന്നുമില്ല. പിള്ളേരെ അവർ നോർമൽ, അവർ കഴിക്കുന്നതാണ്. അവർ ചിലപ്പോൾ 10ാം ക്ലാസ് മുതലോ 8ാം ക്ലാസ് മുതലോ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ പലരും ചിലപ്പോൾ അച്ഛൻ തന്നെ ഏതെങ്കിലും ക്ലബ്ബിൽ കൊണ്ടുപോയി മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന പിതാക്കന്മാരുണ്ട്. അപ്പോൾ അവനത് നിഷിദ്ധമല്ല, അല്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് അറിയില്ല. പിന്നെ സർക്കാരും ധാരാളം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും മദ്യഷാപ്പുകളുണ്ട്, വേണമെങ്കിൽ രാത്രി 12 മണി വരെ തുറന്നു കൊടുക്കുന്നു. പിന്നെ ഇതൊരു തെറ്റാണ് എന്ന് പറയുന്നതൊന്നുമില്ല. അതിന് വരുമാന മാർഗമായിട്ട് കാണുമ്പോഴത്തേക്കും എല്ലാ തലത്തിലും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് തന്നെ പിള്ളേർ നീങ്ങും. ഓക്കെ. ഈ ചലച്ചിത്ര പ്രവർത്തകൻ അല്ലെങ്കിൽ കലാപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ ചായ്വിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്, എന്താണ് പ്രശ്നങ്ങൾ? ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല, പൗരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും
രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ കക്ഷി രാഷ്ട്രീയം ആവണമെന്നൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു, നമ്മുടെ മന്ത്രിമാരെന്ത് ചെയ്യുന്നു, അവർ വാക്ക് പാലിക്കുന്നുണ്ടോ, അതോ ഇത് വെറും തട്ടിപ്പായിട്ട് നിൽക്കുകയാണോ, ഇത്തരം കാര്യങ്ങൾ ഇവൻ അറിഞ്ഞിരിക്കണം. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അവൻ ബാധ്യസ്ഥനാണ്. അത് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ അവനും കൂടി അതിന് മുൻകൈ എടുക്കേണ്ടതാണ്. ആ രീതിയിൽ ഒരു രാഷ്ട്രീയം ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിനോട് ചേരുന്നതുകൊണ്ട് തെറ്റില്ല. കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ, അതാണല്ലോ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയാണല്ലോ. മറ്റുള്ള ഈ അവശരായവരെയും ആർത്തരെയും ഒക്കെ സഹായിക്കാനാണല്ലോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുള്ളത്. അടിച്ചമർത്തപ്പെട്ടവന് നീതി വാങ്ങിക്കൊടുക്കാനാണല്ലോ പാർട്ടികൾ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് അതൊരു ആ രീതിയിൽ പിന്നെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരും ഇതിൽ നിന്നാൽ അവസരം കിട്ടും. ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് മാറിയാൽ അവന് ഒരു പോസ്റ്റ് കിട്ടും. വ്യക്തിപരമായി അവൻ്റെ ലാഭത്തിലേക്ക് മാത്രം അവന് ശ്രദ്ധ തിരിയുകയും ഒരു തത്വദീക്ഷയില്ലാതെ ഈ ഉടുപ്പ് മാറ്റുന്നത് പോലെ അവൻ പാർട്ടികൾ മാറുകയും ലാഭം കൊയ്യാൻ നോക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരൊന്നും ഒരിക്കലും ശാശ്വതമായിട്ട് എവിടെയെങ്കിലും ഒരു നല്ല ഒരു ലെവലിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അധികാരമോഹം മാത്രമായിരിക്കും. അത് അവനെ ദുഷിപ്പിക്കും. 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അത് നടക്കും. കൂടുതൽ പ്രാവശ്യം ഇത്തരം ചാട്ടങ്ങൾ ചെയ്യുമ്പോൾ ജനം അവനെ തിരസ്കരിക്കും. ഈ സിനിമാ പ്രവർത്തകർ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുന്നതിനോടുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് സിനിമാ നടന്മാരായ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ളവരും കുറച്ചുകൂടെ ചിന്തിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തിയേറ്ററിൽ കണ്ട് ഇപ്പോൾ ഒരു വീരാരാധന തോന്നി അവൻ രാഷ്ട്രീയ നേതാവായാൽ അവൻ്റെ പുറകെ പോകുന്ന ഒരു അത് നടക്കില്ല ഇവിടെ. ഇവിടെ മറ്റ് പശ്ചാത്തലം കൂടി ഉണ്ടെങ്കിൽ അവൻ സിനിമാക്കാരനുമാണെങ്കിൽ ചിലപ്പോൾ നടന്നേക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വരില്ല, ആരാധന കൊണ്ട് വരില്ല. പിന്നെ അപൂർവമായിട്ട് അയാളുടെ ക്വാളിറ്റി വരില്ല കേട്ടോ. അത് എനിക്ക് വിശ്വാസമേ ഇല്ല. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ട് അവൻ നിൽക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വോട്ടുകൾ ഇവന് കിട്ടുകയും അതിലൂടെ വിജയിക്കാന്നല്ലാതെ ഒരു സിനിമാക്കാരനും ഏത് സിനിമാക്കാരനും എത്ര സൂപ്പർ സ്റ്റാർ ആയിരുന്നാലും ഇൻഡിവിജ്വലായിട്ട് കേരളത്തിൽ നിന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ കെട്ടിവെച്ച കാശ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചില സീൻസ് മാറ്റിയെടുക്കേണ്ടി വന്നു എന്നുള്ളത്. അതേതായിരുന്നു ഓർക്കുന്നത്? അത് സാഫല്യം എന്ന് പറയുന്ന ഒരു പടത്തിന് ശരിക്കും ചിത്രാഞ്ജലിയുടെ ഒരു ക്യാമറയായിരുന്നു അന്ന്. അത് ഒരു ചെറിയൊരു സ്ക്രാച്ച് കുറേ ദൂരം ഇങ്ങനെ വീണുപോയി. GS വിജയൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ചെയ്തത്. ഞാൻ അതിനകത്ത് ആർട്ട് ഡയറക്ടറായിരുന്നു. പക്ഷെ അന്ന് സിനിമ ഈ സെല്ലോയിഡ് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്കറിയില്ല. നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു സ്ക്രാച്ച്. പക്ഷെ അത് ഒരുപാട് ലെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു സംഭവം മാത്രം പിന്നെ അന്ന് മാറ്റിയെടുക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിനിടയിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും സെറ്റിലോ ഒക്കെ ആയിട്ട് വളരെയധികം നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ? സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റ്, ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു നല്ല സെറ്റ് ഇട്ടു അത് കൊള്ളാമെന്ന് ആർട്ടിസ്റ്റുകളും ഡയറക്ടറും ഒക്കെ പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. അതൊരു സന്തോഷം തരും. പിന്നെ ഇപ്പോൾ എൻ്റെ ആദ്യകാല സിനിമ, ഇതൊക്കെ എല്ലാം ആദ്യകാലത്ത് നടക്കുന്നത് മാത്രമാണ് നമ്മൾ ഓർത്തിരിക്കുന്നതും നമുക്കതൊരു ത്രില്ലിംഗ് ആയിട്ട് വരുന്നതും. ആദ്യകാലത്ത് പിന്നെ അതങ്ങ് ശീലമാവും. പിന്നെ അങ്ങനെ അത് നമ്മൾ ചെയ്തു പോവും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യകാലത്ത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. അത് കണ്ടിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പൈതൃകം പോലുള്ള സിനിമകൾ ശരിക്കും എനിക്ക് ഒരു തരത്തിലും ശീലമില്ലാത്ത ഒരു പശ്ചാത്തലമാണത്. അമ്പലങ്ങൾ, പിന്നെ അതിരാത്രം, സോമയാഗം, പിന്നെ അതിന് വേണ്ടുന്ന സ്ട്രുക്കുകൾ, ഇതൊക്കെ ഒരുക്കുക, അതിൻ്റെ പശ്ചാത്തലം ഒരുക്കുക, അത്തരം ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് വശമുള്ളതല്ല. പക്ഷെ അത് നമ്മൾ ഒരു റിസർച്ച് പോലെ തന്നെ അതിൻ്റെ പുറകെ അന്വേഷിച്ച് അതിന് വേണ്ടുന്നത് ഒരുക്കുന്നു, ചെയ്യുന്നു, അത് നന്നാവുന്നു എന്നൊക്കെ അറിയുമ്പോൾ പലരും അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴും പിന്നെ അത് കുഴപ്പമില്ലാന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. അപ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇത് ഒരു വലിയ ആൾക്കാരുടെ ഒരു
എന്താ പറയുക ആക്ടിവിറ്റി ആണെങ്കിലും അവരുടെ ഒരു കഠിനാധ്വാനമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ സിനിമയെ ഇങ്ങനെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? റിവ്യൂ കൊണ്ട് സിനിമ അത് വളരെ ഹീനമായ പ്രവൃത്തിയാണ്. കാരണം ഇപ്പോൾ ഈ ഇത്തരം സിനിമകൾ ചിലപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ റിവ്യൂ എഴുതുന്നവർ വരാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തില്ല എന്നിരിക്കട്ടെ, അവരൊരു എമൗണ്ട് ആവശ്യപ്പെടുന്നു, ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യാം, ഞങ്ങൾ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും അവനിതിൽ വലിയ താല്പര്യമുണ്ട്, അവൻ കുറേ ഇത് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും. കിട്ടാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, വിരോധം ഉണ്ടാവും. അയാൾ ഇല്ലാത്ത ഗോസിപ്പുകൾ പറഞ്ഞിട്ട് പടം പകുതി കണ്ടപ്പോഴത്തേക്കും ആ കഥ പോലും അതാവണമെന്നില്ല, അവൻ കാണണമെന്ന് തന്നെ ഇല്ല, ഇതിന് നെഗറ്റീവായിട്ട് എഴുതി അത് ഭയങ്കരമായിട്ട് വ്യാപിപ്പിച്ചിട്ട് പടത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വളരെ വളരെ വ്യക്തിത്വമില്ലാത്തതും ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതൊക്കെ ചെറുക്കേണ്ടതാണ് സത്യത്തിൽ. അങ്ങനെയൊന്നും ഒരു സിനിമ കാണാനും അത് കണ്ട അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ മിനിമം ഒരു മാസം കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം അതിനിടയ്ക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യും. പക്ഷെ പടം ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇവൻ ഇത് വിടുകയാണ്. അതായത് റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവൻ്റെ വാർത്ത വരികയാണ്, ഇത് ഒരു കാശിന് കൊള്ളില്ല, ഇത് ഈ സമയത്ത് ഇയാൾക്ക് പോയി വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്ന നെഗറ്റീവായിട്ടുള്ള, ഇതിപ്പോൾ സത്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാമല്ലോ, നെഗറ്റീവായിട്ടുള്ള ഈ ഗോസിപ്പ് ചാനലുകൾക്കാണ് വരിക്കാറ് കൂടുതലുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളെയോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയോ അവരുടെ കുടുംബത്തെയോ ഒക്കെ തേജോവധം ചെയ്തുകൊണ്ടുള്ള ചില യൂട്യൂബ് ചാനലുകളുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉണ്ട്, അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെയും എത്ര ഹീനമായിട്ടും പറഞ്ഞ് അപ്പോൾ ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഗോസിപ്പ് കേൾക്കാൻ എല്ലാ കാലത്തും ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തിയാൽ ഇവന് ആളെ കിട്ടും ഇത് കാണാൻ. അവരൊക്കെയാണ് ഇവനെക്കെട്ടിരുന്ന് കാണുന്നത്, ഒരുവിധം അല്ലാത്തവരെ അത് കാണാൻ നിൽക്കില്ല. തീർച്ചയായിട്ടും. ഇനി എന്താണ് ഭാവി പരിപാടികൾ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ? സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളല്ല, വല്ലപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. അത് ഇങ്ങോട്ടൊക്കെ മിക്കവാറും സംഭവിക്കുന്നത് പ്രൊഡ്യൂസേഴ്സൊക്കെ ഇങ്ങോട്ട് വന്നവരാണ്. ഞാൻ ചെയ്ത എല്ലാ പടങ്ങളുടെയും പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരികയായിരുന്നു. എനിക്ക് പ്രൊഡ്യൂസറെ അങ്ങനെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പുറകെ പോയി അവരെ ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല. നമുക്ക് പരമാവധി സിൻസിയറായിട്ട് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ട് സിനിമ ചെയ്യാം, അത് ഉറപ്പാണ്. അതിന് നമുക്ക് കഴിയുന്ന കാര്യമാണ്. ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവഴിക്കാത്ത രീതിയിൽ വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ പറ്റും. അതിനുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രൊഡ്യൂസർ തപ്പിയെടുക്കാതുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പടവും പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരികയായിരുന്നു. അദ്ദേഹം എൻ്റെ ആദ്യകാല പടങ്ങളൊക്കെ കണ്ടിട്ട്, ഇതിപ്പോൾ എൻ്റെ 5ാമത്തെ പടമായിരുന്നു. അപ്പോൾ അത് മുൻ പടങ്ങൾ കണ്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നി വന്ന ആളാണ് ഈ 2ാമത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ആരെങ്കിലും വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് സംഭവിക്കേണ്ടപ്പോൾ സംഭവിക്കുമെന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാവാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സർ. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നേമം പുഷ്പരാജ് ആയിരുന്നു ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഞാൻ സുനിൽ. നന്ദി, നമസ്കാരം.